കേരള നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത് മെയ് 4-ാം തീയതിയാണ്. എന്നാൽ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടന്ന ശേഷം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കൃത്യമായി വിലയിരുത്തുന്നത് ഇടതുമുന്നണിക്കും CPM-നും കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നത് തന്നെയാണ്. CPM-ൻ്റെ പല നേതാക്കളും കടപുഴകി വീഴുമെന്നും CPM-ൻ്റെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നും UDF ഒരുപക്ഷെ 100ഓളം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്നുമെല്ലാമാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ പോലും എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കാലിടറി വീഴുമെന്ന് ആരും പ്രവചിക്കുന്നില്ല. അങ്ങേയറ്റം ഉണ്ടാകുവാൻ പോകുന്നത് പിണറായിയുടെ ഭൂരിപക്ഷത്തിൽ കുത്തനെ ഇടിവുണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണെന്ന് മാത്രമാണ് ചില രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ മറ്റൊരു കൗതുകകരമായ റിപ്പോർട്ട് CPM-നുള്ളിൽ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അധികാര നഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ തയ്യാറാവില്ല എന്നതാണ് ഈ റിപ്പോർട്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി MLA പദവി പോലും രാജിവെക്കുവാനുള്ള സാധ്യതകളും ഇവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ ആരായിരിക്കും പിണറായിയുടെ അഭാവത്തിൽ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുക? ആരായിരിക്കും UDF അധികാരത്തിലെത്തുമ്പോൾ CPM-ൻ്റെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത് എന്നുള്ള നിലയിലുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ചൂടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ പിൻഗാമിയായി ഈ പദവിയിലേക്ക് കടന്നു വരുവാൻ യോഗ്യതയുള്ള അനവധി നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. എന്നാൽ ഇവരിൽ പലരും വലിയ പരാജയഭീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന വസ്തുത CPM നേതൃത്വത്തെയും അണികളെയും ആശയക്കുഴപ്പത്തിലുമാക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ KK ശൈലജ ടീച്ചറും അതുപോലെ തന്നെ പാർട്ടിയുടെ ഇടതുമുന്നണിയുടെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനും മന്ത്രിയായിട്ടുള്ള MB രാജേഷും P രാജീവും V ശിവൻകുട്ടിയും VN വാസവനും KN ബാലഗോപാലും എല്ലാം പരാജയഭീതിയിലാണ് നിലകൊള്ളുന്നത്. പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ നേതാക്കളെല്ലാം ഇവരുടെ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഇത്തവണ പരാജയപ്പെടും എന്ന് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആരായിരിക്കും പിണറായിയുടെ പിൻഗാമിയായി CPM-നെ നിയമസഭയിൽ നയിക്കുക എന്ന ചോദ്യം സജീവമാകുമ്പോൾ ഒരുപിടി പേരുകൾ ഇതിനോടകം തന്നെ CPM വൃത്തങ്ങളിൽ സജീവമായി ഈ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട്. ഇതിലെ ആദ്യ പേര് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ്റേതാണ്. ഏതു പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും സജി ചെറിയാൻ ഇത്തവണയും ചെങ്ങന്നൂരിൽ നിന്ന് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. സജി ചെറിയാനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കേരളത്തിലെ CPM-ൻ്റെ ഏറ്റവും പരമോന്നത ഘടകമായിട്ടുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗം കൂടിയാണ് അദ്ദേഹം. അതിനാൽ തന്നെ സജി ചെറിയാനെ പോലൊരു സീനിയർ നേതാവ് ഈ പദവിയിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. സജി ചെറിയാൻ്റെ പേര് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് CPM അണികൾക്കിടയിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നുമുണ്ട്. എന്നാൽ സജി ചെറിയാന് പ്രതികൂലമായിട്ടുള്ള ഏക ഘടകമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തരിപ്പുള്ള ഒരു നാവാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പല അബദ്ധ പ്രസ്താവനകളുമാണ്. ഇത്തരമൊരു അബദ്ധ പ്രസ്താവന സജി ചെറിയാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആവർത്തിച്ചാൽ അത് CPM-ന് വലിയ തിരിച്ചടിയാകും എന്ന് കാഴ്ചപ്പാടുള്ളവർ സജി ചെറിയാൻ ഈ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് ശക്തിയുക്തമായി എതിർക്കുന്നുമുണ്ട്. സജി ചെറിയാനെ കൂടാതെ ഈ പദവിയിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു സീനിയർ നേതാവായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് കുന്നംകുളത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള AC മൊയ്തീനാണ്. AC മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അനുഭവ പരിചയമുള്ള നേതാവ് കൂടിയാണ്. അദ്ദേഹം പലപ്പോഴും മിതമായ വാക്കുകളിൽ മാത്രം സംസാരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആശയധാരയോട് എന്നും ചേർന്ന് നിൽക്കുന്ന പിണറായി വിജയൻ്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് AC മൊയ്തീൻ. എന്നാൽ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉയർന്നു വരുന്നത് ഈ സ്ഥാനത്തേക്ക് വരുവാൻ AC മൊയ്തീന് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന വാദവും സജീവമായി ഉയരുന്നുണ്ട്. ഈ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് വർക്കലയിൽ നിന്നുള്ള CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന V ജോയിയുടെ പേരാണ്. വളരെ പക്വമതിയായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിലും കരുത്തുറ്റ സംഘാടകൻ എന്ന നിലയിലും പാർട്ടി അണികൾക്ക് പ്രിയങ്കരനാണ് V ജോയി. ഇതിനെല്ലാം പുറമെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ V ജോയിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ നേടുവാൻ ഇത്തരമൊരു നീക്കം തങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം CPM നേതാക്കളുണ്ട്. MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മനസ്സിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് V ജോയിയെ കൊണ്ടുവരണം എന്നൊരാഗ്രഹം നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ V ജോയിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അത്രമാത്രം സീനിയോറിറ്റി ഇല്ല എന്നതും സംസ്ഥാന ഘടകങ്ങളുടെ ഭാഗമല്ല എന്നുള്ളതും അദ്ദേഹത്തിനൊരു വെല്ലുവിളിയാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
മുഖ്യമന്ത്രിയുടെ സ്വാഭാവിക പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് കടന്നു വരണമെന്നുള്ള വാദം CPM-നുള്ളിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തി പ്രാപിക്കുവാൻ ഇടയുണ്ട്. മുഹമ്മദ് റിയാസ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് PV അൻവറിനോടാണ് മത്സരിക്കുന്നത്. അൻവർ കടുത്ത ഭീഷണി റിയാസിന് ഉയർത്തുന്നുണ്ട് എങ്കിൽ കൂടിയും ഏതു പ്രതികൂല കാലാവസ്ഥയിലും ബേപ്പൂർ പോലൊരു കോട്ട തങ്ങളെ കൈവിടില്ല എന്ന ആത്മവിശ്വാസമാണ് CPM-ലെ അണികളും അതുപോലെ തന്നെ പിണറായി അനുകൂലികളും ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും റിയാസ് വിജയിച്ചു വന്നാൽ അദ്ദേഹം തന്നെയായിരിക്കണം പ്രതിപക്ഷ നേതാവാകേണ്ടത് എന്ന ആവശ്യം കൃത്യമായി പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുവാനാണ് പിണറായി അനുകൂലികൾ ആഗ്രഹിക്കുന്നത്. റിയാസിൻ്റെ കടന്നുവരവിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുവാൻ പോകുന്നത് പ്രധാനമായും 2 ഘടകങ്ങളാണ്. അതിലൊന്നാമത്തേത് പ്രായമാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരിക്കണം കേരളത്തിന് ഉണ്ടാവേണ്ടത് എന്ന വാദമുഖം ശക്തമായി ഉയർത്തിക്കാട്ടുവാൻ ഇവർ ശ്രമിക്കും. ഇതിനു പുറമെ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത പരാജയമുണ്ടായാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ അവരെ കൂട്ടത്തോടെ കൈവിട്ട ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു വിശ്വാസം തിരികെ പിടിക്കണമെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ളൊരു നേതാവ് പ്രതിപക്ഷ നേതാവായി കടന്നു വരണം എന്ന വാദമുഖവും റിയാസ് അനുകൂലികൾ ഉയർത്തുവാനിടയുണ്ട്. റിയാസ് മുസ്ലിം വിഭാഗത്തിൻ്റെ കൂടെ പ്രതിനിധിയായി CPM-ൻ്റെ പ്രതിപക്ഷ നേതാവായി കടന്നു വരണമെന്ന വാദമുഖമായിരിക്കും ഇവർ ഉയർത്തുക. എന്നാൽ കുടുംബാധിപത്യം എന്ന ആരോപണം റിയാസ് MLA ആയി മന്ത്രിയായപ്പോൾ തന്നെ CPM-നുള്ളിൽ സജീവമായിരുന്നു. പിണറായിയെ ഭയന്നുകൊണ്ടാണ് പലരും ഇത്തരം ഒരു ആരോപണം പാർട്ടി വേദികളിൽ പലപ്പോഴും ഉന്നയിക്കുവാൻ മടിച്ചത്. എന്നാൽ പല ഘട്ടങ്ങളിലും റിയാസിനെതിരെ കടുത്ത നിലപാടുമായി കടകംപള്ളി സുരേന്ദ്രനെ പോലെയും അമ്പലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരനുമെല്ലാം പാർട്ടി വേദികളിൽ ഉയർത്തിയിട്ടുമുണ്ട് എന്ന വസ്തുതയും നാം ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ റിയാസിന് ഈ ഒരു റോളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ വിഘാതമാകുമെന്നുള്ള വാദമുഖവും റിയാസിനെ എതിർക്കുന്നവർ പാർട്ടിക്കുള്ളിൽ ഉയർത്തുവാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ CPM-നെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കണ്ണൂർ ലോബിയാണെന്നുള്ള ആരോപണം പല ഘട്ടങ്ങളിലും പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വരാറുണ്ട്. എന്നാൽ കണ്ണൂർ ലോബിയിലെ പ്രമുഖരെല്ലാം തന്നെ പടിയിറങ്ങുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ലോബിയുടെ പ്രസക്തി നിലനിർത്തണം എന്ന വാദമുഖം ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മറ്റൊരു നേതാവിൻ്റെ പേര് ഉയർത്തിക്കാട്ടുവാൻ കണ്ണൂർ ലോബിയിൽ നിന്നുള്ളവരെ അല്ലെങ്കിൽ കണ്ണൂർ അനുകൂലികളെ നിർബന്ധിതമാക്കുന്നുണ്ട്. ആ നേതാവ് അല്പം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു നേതാവാണ്, ഒരു കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള നേതാവാണ്. എന്നിരുന്നാൽ പോലും കണ്ണൂരിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഇത്തരത്തിൽ കണ്ണൂർ ലോബി ഉയർത്തിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് ഫസൽ വധക്കേസിൽ പ്രതിയായിട്ടുള്ള തലശ്ശേരിയിൽ നിന്നുള്ള CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള കാരായി രാജൻ്റേതാണ്. കാരായി രാജനെ പോലെ കണ്ണൂരിൽ അണികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ കണ്ണൂരിൻ്റെ പ്രതാപം നിലനിർത്തുവാനും CPM-ൻ്റെ പ്രതാപം തിരികെ കൊണ്ടുവരുവാനും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്ന ഒരു ആവശ്യം പാർട്ടിക്കുള്ളിൽ വളരെ മൈനോറിറ്റി ആണെങ്കിലും ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട്. കാരായി രാജനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലഭിക്കുന്ന നിയമപരിരക്ഷ കൊലക്കേസുകളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിക്കും എന്നൊരു വാദമുഖവും രഹസ്യമായെങ്കിലും പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ നേതാക്കളൊന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കടന്നു വരുവാൻ പോകുന്ന UDF നേതൃനിരയോട് ഏറ്റുമുട്ടുവാൻ പ്രാപ്തരല്ല എന്ന വസ്തുതയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമവൃത്തം എന്ന കാര്യവും നാം മറന്നു പോകരുത്. ഇതിനും ആളുകൾ കുറ്റം ചാർത്തുന്നത് പിണറായി വിജയൻ്റെ മേലാണ്. പിണറായി വിജയൻ KK ശൈലജയെ വെട്ടിനിരത്തുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അവരെ പേരാവൂർ മണ്ഡലത്തിലേക്ക് നിയോഗിച്ചത് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ശക്തി പ്രാപിക്കുന്നുമുണ്ട്. KK ശൈലജയെ പാർട്ടിയുടെ ഏതെങ്കിലും സുരക്ഷിതമായ ഒരു സീറ്റിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അധികാരം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കേണ്ടതായിരുന്നു എന്നാണ് അവരെ അനുകൂലിക്കുന്നവരും പാർട്ടിയിലെ ഭൂരിപക്ഷം അണികളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പിണറായി വിജയൻ തീർച്ചയായും 3ാം വട്ടവും അധികാരം കിട്ടും എന്ന ആത്മവിശ്വാസത്തിൽ തനിക്കൊരു ഭീഷണിയായി KK ശൈലജ ഉയർന്നു വരുവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുടെ പേരിലാണ് പരാജയം ഉറപ്പാക്കുന്ന രീതിയിൽ അവരെ പേരാവൂരിലേക്ക് അയച്ചതെന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ സജീവമാകുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും തുടർച്ചയായ 2 ടേമിലെ പിണറായി ഭരണം CPM-നെ എത്രമാത്രം വലിയ ഗതികേടിലേക്കാണ് എത്തിച്ചതെന്ന് ഇക്കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെ, വിവാദ കഥാപാത്രമല്ലാത്തൊരു നേതാവിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുവാൻ പോലുമുള്ള ത്രാണിയില്ലാത്ത നിലയിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് CPM പതിക്കുമോ എന്നറിയുവാൻ മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരെ ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.